ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് തരാൻ പോവുകയാണ്. നിങ്ങൾ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, സോ നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് ഐ ആം എ MA സ്റ്റുഡന്റ് എന്നുള്ളതാണ്. ഐ ആം എ MA സ്റ്റുഡന്റ്. ഓക്കെ, ഞാനൊരു MA ചെയ്യുന്ന, അതായത് PG ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് പറയും? ഐ ആം എ MA സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ പറയും. അത് കറക്റ്റ് ആണോ? അല്ല, അത് കറക്റ്റ് അല്ല. ആക്ച്വലി അത് തെറ്റാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ഐ ആം ആൻ MA സ്റ്റുഡന്റ് എന്നാണ്. ആൻ MA. അതെങ്ങനെയാ വന്നത്? ഓൾറെഡി നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? ചിലതിന്റെ കൂടെ A യൂസ് ചെയ്യണം, ചിലതിന്റെ കൂടെ ആൻ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അതില് M എന്ന് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? A തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ആൻ യൂസ് ചെയ്യുന്നത് എന്തിന്റെ ഒക്കെ കൂടെയാണ്? A, E, I, O, U. ഇത്ര എണ്ണത്തിന്റെ കൂടെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ലെറ്റേഴ്സിന്റെയും മുന്നിൽ നമ്മൾ എപ്പോഴും A തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? MA ആണ്. M ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആൻ വന്നത്? അതാണ് ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മൾ ഇവിടെ നോക്കുന്നത് സൗണ്ട് ആണ്. ഓക്കെ, ഒരിക്കലും ആ ഒരു ലെറ്റർ അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ലെറ്ററിന്റെ സൗണ്ട് ആണ്. ഓക്കെ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് M-ലാണല്ലോ. അപ്പൊ M എന്ന് പറയുന്നത് M, EM എന്നാണ് വരുന്നത്. M. ഓക്കെ, സോ ഐ ആം എ MA സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ആൻ MA സ്റ്റുഡന്റ് എന്നാണ് പറയുന്നത്. അതായത് M എന്ന് പറയുമ്പോൾ EM എന്നുള്ള സൗണ്ട് ആണ് വരുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയും അതുകൊണ്ട് ആൻ വവൽ സൗണ്ട് ആയിട്ടുള്ള ആൻ യൂസ് ചെയ്യുകയും വേണം. സോ ഐ ആം ആൻ MA സ്റ്റുഡന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ സെയിം രീതിയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള എക്സാമ്പിൾ ആണ് MP. നമ്മൾ MP എന്ന് പറയുള്ളൂ അല്ലെ? ഹീസ് എ MP ആണോ ആൻ MP ആണോ? യെസ്, he is an MP എന്നാണ് പറയേണ്ടത്. he is an MP. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഡോക്ടർ സജസ്റ്റഡ് മീ എ MRI സ്കാൻ ആണോ ആൻ MRI സ്കാൻ ആണോ? യെസ്, ഇറ്റ്സ് ആൻ. ഓക്കെ, ഡോക്ടർ സജസ്റ്റഡ് മീ ആൻ MRI സ്കാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വേറൊരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കാം. he is a honest person ആണോ ആൻ honest person ആണോ? H-ലാണ് തുടങ്ങുന്നത്, അത് വവൽ സൗണ്ട് അല്ല. എന്നാൽ പോലും നമ്മൾ ആൻ ഹോണസ്റ്റ് പേഴ്സൺ എന്ന് പറയണം. കാരണം H എന്ന് പറയുന്നത് H എന്നുള്ള സൗണ്ടാണ് വരുന്നത്. H എന്നുള്ള രീതിയിലാണ് വരുന്നത്. സൗണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈസ് ആൻ ഹോണസ്റ്റ് മാൻ എന്ന് വേണം പറയാൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FBI ഏജന്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? FBI ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഹീസ് ആൻ FBI ഏജന്റ് ആണോ FBI ഏജന്റ് ആണോ വരിക? യെസ്, ഇറ്റ് ഇസ് ആൻ. അവിടെയും ആൻ തന്നെയാണ് വരുന്നത്. കാരണം EF ആണ്. F. ഓക്കെ, F എന്നുള്ള ഒരു സൗണ്ട് ആണ് വരുന്നത്.